Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയുടെ സമയം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഓൺലൈൻ ഗെയിമിങ്ങും സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്ന കുട്ടികളെ നമുക്കറിയാം. എന്നാൽ അവിടെ നിന്നും വ്യത്യസ്തമായിട്ട് പുസ്തകങ്ങളെ തെരഞ്ഞെടുത്ത പുസ്തകങ്ങളിൽ നിന്നും കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. 7ാം വയസ്സിൽ തുടങ്ങിയാണ് പുസ്തകം വായിക്കാൻ. ഇപ്പോൾ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതിനിടയിൽ 1600-ലധികം പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കൊച്ചു മെഡിക്കലാണ് ഇന്ന് നമ്മളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയിട്ടുള്ളത്. ഇഷാൻ ഖാൻ, വെൽക്കം ടു റേഡിയോ മലയാളം 98.6 FM റേഡിയോ ലൈബ്രറി. താങ്ക് യു. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്, 1600-ലധികം പുസ്തകങ്ങൾ ഇതിനോടകം വായിച്ചു കഴിഞ്ഞു. യെസ്. ആരായിരുന്നു ഇതിന്റെ ഒരു മോട്ടിവേഷൻ? എന്റെ മദറിന്റെ ഫ്രണ്ട് ആയിരുന്നു എന്നെ ആദ്യം ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ കൊണ്ടുപോയത്. അവിടുന്നായിരുന്നു ഞാനൊരു വായിക്കാനുള്ള ഒരു എൻജോയ്മെന്റ് കണ്ടുപിടിച്ചത്. പിന്നെ അങ്ങ് ഞാൻ വായിക്കാൻ തുടങ്ങി. അപ്പോൾ എന്റെ മദറിന്റെ ഫ്രണ്ട് ആയിരുന്നു ആദ്യം എന്നെ വായിക്കാൻ സഹായിച്ചത്. അങ്ങനെ ആദ്യമൊക്കെ ഏതായിരുന്നു? വല്ല കോമിക്സ് ബുക്സ് ആയിരുന്നു, അല്ലെങ്കിൽ കഥാ പുസ്തകമായിരുന്നു, ഏതായിരുന്നു? ചെറിയ ചാപ്റ്റർ ബുക്സ് ആയിരുന്നു. ഏത് ലാംഗ്വേജിലുള്ള പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്? മോസ്റ്റ്ലി ഇംഗ്ലീഷ് ആണ്. ഏത് സ്കൂളിലായിരുന്നു ഇഷാൻ ഖാൻ? ഞാൻ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിലാണ്. ആദ്യം ചെറിയ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. പിന്നെ ഇപ്പൊ ഏത് ജോണറിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നത്? ഇപ്പോൾ ഞാൻ ഓട്ടോബയോഗ്രഫീസും വായിക്കാൻ തുടങ്ങിയതാണ്. പണ്ട് കൂടുതൽ ഫിക്ഷണൽ ബുക്സ് ആയിരുന്നു. ഇപ്പോഴും ഫിക്ഷണൽ ബുക്സ് വായിക്കും, പക്ഷെ അതിന്റെ കൂടെ സയൻസ് റിലേറ്റഡും ബയോഗ്രഫീസും വായിക്കും. റീസെന്റ് ആയിട്ട് ഓട്ടോബയോഗ്രഫി വായിച്ചാറേ? റീസെന്റ് ആയിട്ട് ഞാൻ വായിച്ചു തീർന്നത് ഹിറ്റ്ലറിന്റെ ആണ്. മെയിൻ കാമ്പ്. ഹിറ്റ്ലറിന്റെ ഐഡിയാസ് ചിലപ്പം ഡിസ്ട്രക്റ്റീവ് ആയിരുന്നു, പക്ഷെ ഒരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക് വെച്ചാൽ ഡിറ്റർമിനേഷൻ. എന്ത് വില കൊടുത്തിട്ടും ഗോള് സക്സീഡ് ചെയ്യും. പക്ഷെ ഈ ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റ് ഉള്ളത് കൊണ്ട് ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യേണ്ടി വന്ന്. അത് നമ്മൾക്കൊരു ലെസൺ ആണ്. നമ്മൾ നല്ലതല്ലാത്ത ചെയ്താൽ, അതുപോലെ ജീവിച്ചാൽ നമ്മൾക്കത് ആപത്തേ വരുള്ളൂ. അതാണ് അതിന്നൊരു ലെസൺ കിട്ടുന്നത്. പിന്നെ ഹിറ്റ്ലറിന്റെ ലൈഫ്, ഹിറ്റ്ലറിന് ശരിക്കും ഒരു പൊളിറ്റീഷ്യൻ അല്ലായിരുന്നു ആഗ്രഹം, പെയിന്റർ ആവാനായിരുന്നു. ആ ഒരു ആങ്കർ ഇഗ്നൈറ്റ് ചെയ്തത് ആർട്ട് സ്കൂളിൽ നിന്ന് റിജക്റ്റ് ആയിരുന്നപ്പോഴാണ്. ഇങ്ങനത്തെ ഫാക്ട്സ് ആണ് എനിക്ക് ഹിറ്റ്ലറിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. വേറെ ആരുടെയൊക്കെയാണ് ഓട്ടോബയോഗ്രഫീസ് വായിച്ചിട്ടുള്ളത്? ഞാൻ നീൽ ആംസ്ട്രോങ്ങിന്റെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, സുനിത വില്യംസ്, കൽപ്പന ചൗള, പിന്നെ APJ അബ്ദുൽ കലാം. APJനെ കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കി? APJ വെരി ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. കുറെ വ്യൂസ് ഉണ്ടായിരുന്നു, വിഷണറി ലീഡർഷിപ്പ്, അതായിരുന്നു ഒരു ഗുഡ് ക്യാരക്ടറിസ്റ്റിക്. വെരി ഹാർഡ് വർക്കിംഗ്, കൈൻഡ്, ഹെൽപ്ഫുൾ, അങ്ങനെ കുറെ ഗുഡ് വാല്യൂസ് ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സയൻസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? യെസ്. ഓട്ടോബയോഗ്രഫി വായിച്ചുള്ളതൊക്കെ ഈ പറഞ്ഞ കൂടുതൽ ആൾക്കാരും ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവരുടെ ഒക്കെ തന്നെയാണ്. സുനിത വില്യംസിന്റെ ഒക്കെ വായിച്ചു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ അവരോട് ചോദിക്കണമെന്നൊക്കെ അതിനുശേഷം ഓട്ടോബയോഗ്രഫി വായിച്ചതിന് ശേഷം ചോദിക്കണം തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, എങ്ങനെയാണ് സ്റ്റിൽ സ്ട്രോങ് ആയി നിന്നത്? 300 ദിവസം സ്പേസിലല്ലേ, എവിടുന്ന് ആ ഡെഡിക്കേഷൻ വന്നു സ്പേസിലേക്ക്? അതാണ് എനിക്കൊരു ചോദ്യം. ഡയറക്റ്റ് കാണുമ്പോൾ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണല്ലേ? യെസ്. ഈ ശാസ്ത്രജ്ഞന്മാരെ കൂടുതൽ വായിക്കാൻ കാരണം എന്താണ്? എനിക്ക് സയൻസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ആസ്ട്രോനോട്ട് ആവാനാണ് ആഗ്രഹം. യെസ്. അതുപോലെ ഒരു പ്ലാനറ്റ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നമ്മളുടെ എർത്ത് നമ്മളുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ കൊണ്ട് മൊത്തം ഡിസ്ട്രോയ് ആവുന്നതാണ്. വാർ, പൊല്യൂഷൻ. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റേബിൾ ആയിരിക്കത്തില്ല ജീവിതം. അതിനായിട്ട് ഒരു പുതിയ എർത്ത് പോലത്തെ ഒരു പ്ലാനറ്റ് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് എന്റെ ആഗ്രഹം. വെരി ഗുഡ്. ഒരുപാട് പ്ലാനറ്റുകൾ അങ്ങനെ മാർസ് നമുക്ക് വെള്ളം കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇനി കോടിക്കണക്കിന് നമ്മൾ കണ്ടെത്താത്ത പ്ലാനറ്റുകളുണ്ട്. അതിലൊരെണ്ണം കണ്ടെത്തുന്നതാണല്ലേ? എന്റെ മുന്നിലിരിക്കുന്ന ഒരാള് ഇനി കുറച്ചാൾ കഴിയുമ്പോൾ അങ്ങനെ കണ്ടെത്തട്ടെ, സംഭവിക്കട്ടെ തന്നെയാണ് വിഷയാനുള്ളത്. പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയ സമയത്ത് നോവലിസ്റ്റ്, റൈറ്റേഴ്സ്, അവരുടെയൊക്കെ പേര് നോക്കിയിട്ട് വായിച്ചു തുടങ്ങിയ ഒരു പുസ്തകം ഏതാ? ആദ്യം പേര് ശ്രദ്ധിച്ചത് ഷേക്സ്പിയർ ആയിരുന്നു. ഷേക്സ്പിയർ ആയിരുന്നു. എന്റെ ഒരു ഫേവറേറ്റ് സ്റ്റോറി കിങ് ലിയർ ആയിരുന്നു. കുറച്ച് ഹ്യൂമർ ഉണ്ടായിരുന്നു. ഇടക്കിടക്ക് ഞാൻ അതിലുള്ളൊരു ക്യാരക്ടർ ആയിരുന്ന പോലെ ആയിരുന്നു. ആ ട്രാജഡീസിലൊക്കെ ഞാൻ സാഡാവും. നല്ല രസമുള്ള സ്റ്റോറീസ് ആയിരുന്നു ഷേക്സ്പിയറിന്റെ. കിങ് ലിയർ ഒരു വലിയ വയസ്സ് അറ്റൈൻ ചെയ്തപ്പോൾ മരിച്ചു പോയാൽ പിന്നെ 3 മക്കളുണ്ട്. ആർക്ക് കിങ്ഡം കൊടുക്കണം? അങ്ങനെ ഒരു അൺഫെയർ ആവാതിരിക്കാൻ 3 പാർട്ടിൽ ഡിവൈഡ് ചെയ്തു. ആദ്യം ഏറ്റവും എൽഡസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു. അപ്പോ
എൽഡസ്റ്റ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ജീവിതത്തെ കാട്ടി നല്ലത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ കിങ് ലിയർ അത് ജഡ്ജ് ചെയ്യാതെ വിചാരിച്ചു, എന്റെ മോള് നല്ലതാണ്, അതുകൊണ്ട് 1/3 നിങ്ങൾക്ക് തരാം. രണ്ടാമത്തെ മകളും സെയിം ആയിരുന്നു. മൂന്നാമത്തെ മകളിന് കിങ് ലിയർ വിചാരിച്ചു നല്ല കൈൻഡ് ആയിരിക്കും, നല്ല റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ ആ ഡോട്ടർ പറഞ്ഞത്, ഞാൻ നിങ്ങളൊരു ഫാദറിനെ പോലെ ലവ് ചെയ്യുള്ളൂ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ മാരി ചെയ്യുന്ന ആളെയായിരിക്കും ഞാൻ ലവ് ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ കിങ് ലിയറിന് ദേഷ്യം, ഇത്ര നാള് സ്നേഹിച്ച ഒരു ഡോട്ടർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു ഭാഗം കൊടുക്കാതെ ബാക്കി 2 പേർക്കും അതും ഡിവൈഡ് ചെയ്തു. പിന്നെ അവളെ ബാനിഷ് ചെയ്തു. പിന്നെ കിങ്ങിന്റെ ഒരു സെർവന്റ് ഉണ്ടായിരുന്നു, ഏൾ ഓഫ് കെന്റ്. ആ സെർവന്റ് പറഞ്ഞു, ഇതൊന്നും നല്ലതല്ല, ഒരു സ്വന്തം ഡോട്ടറിനെ ബാനിഷ് ചെയ്യുന്നത്, ഇത്ര നാൾ സ്നേഹിച്ചത്, അത് നല്ലതല്ല, ചിലപ്പം ആപത്താവും. കിങ് ലിയർ ആ സെർവന്റിനെയും ബാനിഷ് ചെയ്തു. പിന്നെ സ്റ്റോറി നടക്കുന്നതിന്റെ ഇടക്ക് ഏൾ ഓഫ് കെന്റ് ഒരു ക്ലൗൺ ആയിട്ട് ഡിസ്ഗൈസ് ചെയ്തു വന്നു, കിങ്ങിന്റെ ജോക്കറായി നിന്നു. പിന്നെ കിങ് 1 by 1 ഓരോ ഡോട്ടേഴ്സിന്റെ പാലസിൽ പോയിട്ട് അവിടെ ഹോസ്പിറ്റാലിറ്റി നോക്കാൻ പോകുമ്പോ ഡോട്ടേഴ്സ് അവനെ പുറത്താക്കി. പിന്നെ അവന്റെ ലൈഫ് ഫുൾ സോറോ, ഗിൽറ്റ്. കിങ് ലിയർ വിചാരിക്കുന്നത്, ഞാൻ എന്റെ ഡോട്ടറിന് ബാനിഷ് ചെയ്തില്ലെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു, എന്റെ സെർവന്റ് പറഞ്ഞത് ലിസൺ ചെയ്യണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മരിക്കാൻ പോകുന്ന സമയത്ത് ആ ഏൾ ഓഫ് കെന്റ് ജോക്കറായി ഡിസ്ഗൈസ് ചെയ്തത് ആ മൂന്നാമത്തെ ഡോട്ടറിന്റെ അടുത്ത് എത്തിച്ചു. അവര് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ആർമി ഉണ്ടാക്കിയിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് 2 സിസ്റ്റേഴ്സും കൂടി തിരിച്ച് അറ്റാക്ക് ചെയ്തു. എന്തായാലും 2 ആർമീസ് കൂടുതലാവുമ്പോ ഒരു ആർമീനെ ഡിഫീറ്റ് ചെയ്തു. പിന്നെ ആ എൽഡസ്റ്റ് ഡോട്ടറിനെ ആദ്യം ജയിലിലിട്ടു. സെക്കൻഡ് ഡോട്ടറിന് വേറൊരാളായിരുന്നു ഇഷ്ടം, അതുകൊണ്ട് എൽഡസ്റ്റ് ഡോട്ടറിനെ കില്ല് ചെയ്താൽ അയാളെ മാരി ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡോട്ടറും കിങ് ലിയറും ഉണ്ടായിരുന്നു. 3 പേരും അവിടെ ജയിലിൽ കിടന്ന് മരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡോട്ടറിന്റെ ഹസ്ബൻഡ് അത് കണ്ടുപിടിച്ചപ്പോൾ അവളെ കിങ്ഡംന്ന് ബാനിഷ് ചെയ്തു. ഒന്നും ചെയ്യാൻ പറ്റാതെ പോയിസൺ കുടിച്ച് മരിച്ചു. അതുകൊണ്ട് ഇത്ര പറ്റിച്ചവര്, ചീറ്റ് ചെയ്തവര്, അവര് മരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് ഡോട്ടറിന്റെ ഹസ്ബൻഡ് ഏൾ ഓഫ് കെന്റിന്റെ കൂടെ ഇംഗ്ലണ്ട് മൊത്തം റൂൾ ചെയ്തു. അതാണ് സ്റ്റോറി. കിങ് ലിയറിന്റെ ട്രാജഡി ഇനബിലിറ്റി ടു ജഡ്ജ് പീപ്പിൾ. അതുകൊണ്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകമാണ്. ഷേക്സ്പിയറിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തൊരു കൃതി കൂടി തന്നെയാണ്. ഷേക്സ്പിയറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു കഥയായിരിക്കും മനസ്സിലേക്ക് വരുന്നുണ്ടാവും കൂടുതൽ, അല്ലെ? യെസ്. ഇഷാൻ ഖാൻ ഇപ്പോ മറ്റുള്ളവരെ കൂടി പുസ്തകം വായിക്കാനായിട്ട് പ്രചോദനം നൽകുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ നിങ്ങൾ പുസ്തകം വായിക്കണം? യെസ്, എന്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഞാൻ വായിക്കുന്ന കണ്ടിട്ട് എന്റെ ഒരു ഫ്രണ്ട് വിചാരിച്ചു, ഞാനും കൂടി തുടങ്ങിയാലോ, എന്നെ റോൾ മോഡൽ ആക്കിയിട്ട് എന്റെ ഫ്രണ്ട് വായിക്കാൻ തുടങ്ങി. പിന്നെ വേറൊരു ഫ്രണ്ട് അവന് ഹാരി പോട്ടർ സീരീസ് കൊടുത്തു, ആദ്യത്തെ ബുക്ക്. അപ്പോൾ അവനും ഒരു ഇൻട്രസ്റ്റ് വന്നു വായിക്കാൻ. ഇപ്പോൾ അവന് കുറെ ബുക്സ് വായിക്കാൻ തുടങ്ങി. ഹാരി പോട്ടർ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ എല്ലാവർക്കും വേണ്ടിട്ട്? ഓക്കെ. ഹാരി പോട്ടർ സീരീസ് വെറും ഫിക്ഷൻ മാത്രമല്ല, കുറെ ലെസൺസ് ടീച്ച് ചെയ്യുന്നു. ഒന്ന്, ഫ്രണ്ട്ഷിപ്പ്. നമ്മളുടെ ഫ്രണ്ട്സ് എപ്പോഴും നമ്മൾക്ക് ലോയൽ ആയിരിക്കും, നമ്മൾ കറക്റ്റ് ഫ്രണ്ട്സ് കണ്ടുപിടിച്ചാൽ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഹാരി പോട്ടർ സീരീസിൽ ഹാരി പോട്ടറിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു റോണും ഹെർമയോണി. അവന്റെ ലൈഫ് മുഴുവൻ അവന് ലോയൽ ആയിരുന്നു, അവനെ സഹായിച്ചു. അവൻ ട്രബിളിലായപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്തു. അത് നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളുടെ ഫ്രണ്ട്സ് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ലോയൽ ആണെങ്കിൽ. പിന്നെ ലവിന്റെ ഇമ്പോർട്ടൻസ്, കറേജ്, ബ്രേവറി, കുറെ ലെസൺസ് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഫിക്ഷൻ ആണെങ്കിലും. അതാണ് നമ്മൾക്ക് ഹാരി പോട്ടർ സീരീസ് എന്ന് കിട്ടുന്നത്. ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞല്ലോ, അവരെ നാഷണൽ ലൈബ്രറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്റെ ഗോള് ഈ വർഷം കഴിയും മുന്നേ 100 പേരെ ലൈബ്രറിയിൽ കൊണ്ടുപോകണം. നാഷണൽ ലൈബ്രറിയിലേക്ക്. യെസ്. ഇപ്പൊ എത്ര പേരായിട്ടുണ്ട്? 12. 100 പേരെ എന്തായാലും കൊണ്ടുപോകാന്നുള്ളതുണ്ട് അല്ലെ? മലയാളം പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ? ഇപ്പോൾ വായിക്കാൻ തുടങ്ങി. ഈ സമ്മർ വെക്കേഷൻ തുടങ്ങിയപ്പോൾ ബാലരമയൊക്കെയാണ്, ചെറിയ ഷോർട്ട് സ്റ്റോറീസ്. ഞങ്ങളൊക്കെ വായിച്ചു തുടങ്ങി അതിൽ നിന്നാണ്.
ശരിക്കും വായനയുടെ ലോകത്തേക്ക് കടന്നു വന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചതിന്റെയൊക്കെ പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞ ഈ ബാലരമയൊക്കെ തന്നെയാണ്. ബാലരമ, ബാലമംഗളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ചെറിയ ചെറിയ കഥകൾ വരും. ഇഷാൻ ഖാൻ അതിലേക്ക് തിരിച്ചെത്തി. എങ്ങനെയുണ്ട് അതൊക്കെ വായിച്ചിട്ട്? സൂപ്പർ. ഏത് പുസ്തകമാണ് നമുക്ക് ഒരെണ്ണം കൂടി പരിചയപ്പെടുത്താൻ പറ്റുന്നത്? ഗൂസ് ബംസ്. അത് ഹൊറർ സ്റ്റോറീസ് ആണ്. ഒരു എൻജോയ്മെന്റ് നോക്കുന്നവർക്ക് അത് വായിക്കാം. ഒരു ഹൊറർ, കുറെ ട്വിസ്റ്റ്, ടേൺസ്. നമ്മൾ കറക്റ്റ് ഹാപ്പി എൻഡിങ് ആണ് വിചാരിക്കുമ്പോൾ ഒരു യു ടേൺ പോലെ ഉണ്ടാവും. കുറെ ഡിഫറെന്റ് ത്രില്ലർ മൂവി പോലെയാണത്. നമ്മൾ മൂവി കാണുന്ന പോലെ നമ്മളുടെ മൈൻഡിൽ ഇമാജിൻ ചെയ്യും. അത്ര ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള ബുക്കാണ്. R.L. സ്റ്റൈൻ എഴുതിയത്. അത് വായിച്ചു കഴിയുമ്പോൾ അങ്ങനെയാവും, ഗൂസ് ബംസ് വരും. അത് എത്ര ദിവസം കൊണ്ട് വായിച്ചു തീർന്നു? ആദ്യത്തെ 2 മാസങ്ങളായിരുന്നു അത് വായിക്കാൻ തുടങ്ങിയത്. പിന്നെ ഫുൾ സീരീസ് തീർത്തിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പുതിയ ബുക്സ് ഇറങ്ങാറുണ്ട് ഗൂസ് ബംസിന്റെ. ഞാൻ ഇതുവരെ അതിന്റെ 30 ബുക്സ് വായിച്ചിട്ടുണ്ട്. ഗൂസ് ബംസ് നല്ല ഹൊറർ ത്രില്ലിംഗ് സീരീസ് ആണ്. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഇഷാൻ ഖാനാണ് ഇന്ന് നമ്മളുടെ കൂടെയുള്ളത്. റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ 7ാമത്തെ വയസ്സിൽ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ 11 വയസ്സായി. 1600-ലധികം പുസ്തകങ്ങൾ ഇതിനോടകം വായിച്ചു കഴിഞ്ഞു ഇഷാൻ ഖാൻ. നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും? എന്തായാലും ഇഷാൻ ഖാൻ ഇന്ന് പുസ്തകം വായിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉള്ളിൽ ഒരു മോഹമുണ്ട് കേട്ടോ. ഒരു അസ്ട്രോണറ്റ് ആകുക എന്നുള്ളതാണ്. ആരെപ്പോലെ ആകണമെന്നാണ് ആഗ്രഹം? എനിക്ക് ആഗ്രഹമുള്ളത് നീൽ ആംസ്ട്രോങ് പിന്നെ സുനിത വില്യംസ് പോലെ. നീൽ ആംസ്ട്രോങ് ഒരു വലിയ ഡിസ്കവറിയാണ് ചെയ്തത്. ഫസ്റ്റ് പേഴ്സൺ ടു സ്റ്റെപ്പ് ഓൺ ദ മൂൺ. പിന്നെ സുനിത വില്യംസ് 300 ദിവസം സ്പേസിൽ സ്റ്റക്കായതിന്റെ അവിടെ പിന്നെയും അവിടെ ലിവ് ചെയ്യാനുള്ള ഡെഡിക്കേഷൻ സുനിത വില്യംസ്. അതുകൊണ്ട് ആണ് എനിക്ക് അവരെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാം. ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി ബൈ റോൾഡ് ദാൽ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ബുക്കാണ് ചോക്ലേറ്റിനെ കുറിച്ച്. അപ്പോൾ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ഗൂസ് ബം സീരീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ആ ഹൊററിന്റെ ഒരു ഇഷ്ടം ഉണ്ടാവും അത് വായിക്കാൻ. പിന്നെ വേറൊറ്റ ദിവസം കൊണ്ട് വായിക്കാൻ പറ്റുന്നത് റോൾഡ് ദാലിന്റെ മറ്റിൽഡ. ഒരു ചെറിയ കുട്ടി മദറും ഫാദറും അവരെ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് ബുക്സിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചൊരു കുട്ടിയാണ് മറ്റിൽഡ. ആ 3 ബുക്സാണ് നമ്മൾക്ക് പെട്ടെന്ന് വായിച്ചു കഴിയാൻ പറ്റുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത്രയും പുസ്തകങ്ങൾ വായിച്ചല്ലോ. 1600-ലധികം പുസ്തകങ്ങൾ വായിച്ചു. ഇത്രയും പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം കൂടി നോക്കണ്ടേ? സ്കൂളിൽ ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. ഇതിനിടയിൽ എങ്ങനെ ഈ പഠിത്തത്തിനിടയിലൊക്കെ എങ്ങനെയാണ് ഈ വായിക്കാൻ സമയം കിട്ടുക? ഞാൻ യൂഷ്വലി പഠനത്തിന്റെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്ന സമയത്ത് വായിക്കും. ഉറങ്ങും മുന്നേ ബെസ്റ്റ് വായിക്കാൻ. പിന്നെ ഞാൻ സ്കൂളിൽ ബ്രേക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ഇടയ്ക്ക് ടീച്ചർ എത്താൻ വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറെ വായിക്കാറുണ്ട്. ആ സമയത്തിലാണ് ഞാൻ മോസ്റ്റ് വായിക്കുന്നത്. പിന്നെ സമ്മർ വെക്കേഷൻ ഞാൻ കുറെ ബുക്സ് വായിക്കും. ഒരു ദിവസത്തിൽ 18 ബുക്കെങ്കിലും. ബ്രേക്ക് ഒന്നുമില്ല? ഇല്ല, ഞാൻ ജസ്റ്റ് ബെഡിൽ കിടന്നങ്ങ് വായിക്കും. ബെഡിൽ കിടന്നങ്ങ് വായിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ 1600-ലധികം പുസ്തകങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ? പിന്നെ ഇഷാൻ ഖാൻ എടുത്തു പറയേണ്ട കാര്യം ഒരുപാട് റെക്കോർഡ്സുകൾ നേടിയിട്ടുണ്ട്. ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത് 9 വയസ്സിൽ. ഓൺലൈൻ 775 ബുക്സും ഓഫ്ലൈൻ 466 ബുക്സ് വായിച്ചതിന്. അതിനാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത്. പിന്നെ എലീറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് യങ്ങസ്റ്റ് പബ്ലിക് സ്പീക്കറിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്കേറ്റ് ചെയ്യുന്നതിന്റെ ഇടക്ക് 150 സ്ക്വയർസ് പറഞ്ഞതിന് കിട്ടിയിട്ടുണ്ട്. ഖത്തർ നാഷണൽ ലൈബ്രറിയിൽ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നല്ലോ. യെസ്, സമ്മർ റീഡിംഗ് ചലഞ്ച്. അത് കുത്തുബി ഓർഗനൈസ് ചെയ്തതായിരുന്നു. ചലഞ്ച് വെച്ചാൽ 2 മാസത്തിന് അടിയിൽ ഏറ്റവും കൂടുതൽ ബുക്സ് വായിക്കുന്നവരെ ആയിരിക്കും വിന്നർ. അതായിരുന്നു ചലഞ്ച്. കുറെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, അറബിക് ഉണ്ടായിരുന്നു. ആ 2 ലാംഗ്വേജ് ആയിരുന്നു മെയിൻ. നമ്മൾ ഓരോ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിന് പോയിന്റ് കിട്ടും. പോയിന്റ് കിട്ടണമെങ്കിൽ ഒരു ക്വിസ് ആൻസർ ചെയ്യണം. ആ ക്വിസിന് 100 പോയിന്റ് കിട്ടും ഈച്ച് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയ സമ്മറി എഴുതാനും പറയും. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ചലഞ്ച്. 2 മാസത്തിൽ ഞാൻ 775 ബുക്സ് വായിച്ചു. അടിപൊളി. ഇപ്പൊ എന്നെ ഉമ്മേനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അതുകൂടി കേൾക്കട്ടെ. എന്റെ ഫാദറിന്റെ പേര് അംജദ് ഖാൻ. എന്റെ മദറിന്റെ പേര് സുഹൈന ഫൈസി അംജദ് ഖാൻ. നാട്ടില് നിങ്ങൾ എവിടെയാ? എന്റെ മദർ കൊല്ലം, എന്റെ ഫാദർ മലപ്പുറം.
രണ്ട് ജില്ലകളാണ് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആഗ്രഹിച്ച പോലെ തന്നെ ആസ്ട്രോണറ്റ് ആകട്ടെ. ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കട്ടെ. ഇഷാൻ ഖാൻ ഒരു പ്ലാനറ്റ് കണ്ടെത്തി എന്നൊക്കെ ഞങ്ങൾക്ക് കുറെ നാളുകൾക്ക് ശേഷം പറയാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. ഒരു പുപ്പുലിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. സാധാരണ ഈ ഒരു പ്രായത്തിലെ കുട്ടികൾ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സമയം. എന്നാൽ ആ സമയത്തെ എന്തുകൊണ്ട് പുസ്തകം വായിച്ച് കൂടുതൽ അറിവ് നേടിക്കൂടാ? ആ കാര്യം സ്വയം തീരുമാനമെടുക്കുന്നു. അങ്ങനെ പുസ്തകത്തിന്റെ ലോകത്തേക്ക് 7-ാം വയസ്സിലാണ് കടന്നു വരുന്നത്. ഇപ്പോൾ 11 വയസ്സായി. ഈ 11 വയസ്സിനിടയ്ക്ക് 1600-ലധികം പുസ്തകങ്ങളാണ് വായിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇത് മറ്റുള്ള ഒരുപാട് കുട്ടികൾക്കും പ്രചോദനം നൽകുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഇഷാൻ ഖാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇഷാൻ ഖാനെ പോലെ നിങ്ങളെല്ലാവരും പുസ്തകങ്ങൾ വായിക്കൂ, പുസ്തകത്തിന്റെ ലോകത്തേക്ക് വരൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇഷാൻ ഖാൻ കുറച്ചധികം പുസ്തകങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു അല്ലേ? അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പാരൻസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്കൊരു ചെറിയ കഥാപുസ്തകമെങ്കിലും, അല്ലെ അവർക്ക് ആദ്യം കോമിക് പുസ്തകമാണ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു കോമിക് ബുക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ പുസ്തകങ്ങൾ മാറ്റി നല്ല ചെറുകഥകളിലേക്കും ഇനി നോവലുകളിലേക്കും ഒക്കെ അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇഷാൻ ഖാനെ പോലെ നല്ല ചിന്തകൾ നമ്മുടെ കുട്ടികൾക്കും ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇപ്പോൾ റേഡിയോ ലൈബ്രറിയിൽ നിന്നും ബൈ പറയുകയാണ് രതീഷ്.